എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് തന്നെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നോമ്പ് തുറക്കൽ സമയത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് റെസിപ്പി തന്നെയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ? ഞാൻ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3/4 കപ്പോളം കടലമാവ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്തുമാത്രം സ്നാക്സ് തയ്യാറാക്കുന്നോ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ 3/4 കപ്പ് കടലമാവാണ് എടുക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നുള്ള് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ കസൂരി മേത്തിയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതായി ഒന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കൊരു മാവ് രൂപത്തിൽ ഇതിനെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമ്മൾ ബജിയൊക്കെ തയ്യാറാക്കുന്ന മാവില്ലേ, അതുപോലെ തന്നെ ആ ഒരു തിക്നെസ്സോടുകൂടെ തന്നെ എടുക്കുക. ഇനി ഞാൻ അടുപ്പത്തേക്കൊരു പാൻ വെച്ചു. ഇതിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇനി നമുക്ക് ചെറുതായി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കുക. 1 സവാളയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എരിവിനനുസരിച്ചുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വാട്ടിയെടുക്കാവുന്നതാണ്. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ, ഞാൻ ഏകദേശം 1/2 കപ്പ് ചിക്കൻ വേവിച്ചതാണ്. ആവശ്യത്തിന് ഉപ്പ് മാത്രം ചേർത്ത് വേവിച്ച് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായി ഒന്ന് പൊടിച്ചെടുത്ത ചിക്കനാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് ഞാൻ ചിക്കനകത്തിട്ടാണ് വേവിച്ചിരിക്കുന്നത്, നോക്കിയിട്ട് മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കാവൂ. പിന്നെ മല്ലിയില, അതിനോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ കസൂരി മേത്തി, 1/4 ടീസ്പൂൺ ചാറ്റ് മസാല ഇതും പറഞ്ഞ പോലെ തന്നെ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയും ചേർത്ത് നല്ലതായി യോജിപ്പിച്ച ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പം കണ്ടല്ലോ, ഈ ഒരു പരുവത്തിൽ ഇരിക്കണം. നമ്മൾ കട്ട്ലറ്റൊക്കെ തയ്യാറാക്കാൻ നേരം തയ്യാറാക്കി എടുക്കത്തില്ല, ആ ഒരു രീതിക്ക് തന്നെ ഇരിക്കണം. ഇനി ഞാൻ പാലക്കിൻ്റെ ഇല കഴുകി എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ ഇല തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ തണ്ടൊക്കെ മുറിച്ച് കളഞ്ഞ് നമുക്ക് എടുക്കാവുന്നതാണ്. നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് അതിന് പുറത്തേക്ക് ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊരു പൊതി പോലെ ചുരുട്ടിയെടുക്കുക. അതിനുശേഷം ഒരു ചെറിയ കമ്പ് വെച്ച് അതിനെ ഒന്ന് കുത്തി വെച്ചേക്കുക, അല്ലെങ്കിൽ ചിലപ്പം ആ ഇല അങ്ങ് വിട്ടുപോരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണേ. എന്നിട്ട് ഇത് നമുക്ക് നേരെ കടലമാവിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. 2 വശവും തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാകും. പാലക്കിനകത്തൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ വളരെ ടേസ്റ്റിയാണ്. അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനിയും ചെയ്യേണ്ടത്, നമ്മൾ ഈ കുത്തി വെച്ചിരിക്കുന്ന ഒരു കമ്പുണ്ടല്ലോ, അതൊന്നെടുത്ത് മാറ്റി വെക്കണേ. കാരണം കഴിക്കുമ്പോൾ ചിലപ്പം വിട്ടുപോകും ഇതിനകത്ത് നമ്മൾ ആ കുത്തി വെച്ചിട്ടുള്ള കാര്യം. അതൊന്ന് മാറ്റിയിട്ട് വേണം സെർവ് ചെയ്യാൻ. ഇത്രയും മാത്രമേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.